എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു മടക്ക് ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ലെയറുകളോട് കൂടി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്നത് ആ ലെയർ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആട്ടപ്പൊടി മാത്രം കൊണ്ട് ചെയ്താൽ ലെയറോട് കൂടി വരില്ല, ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ചെയ്യരുതും. സോഫ്റ്റ് ആയിട്ടൊന്ന് തിരുമ്മി എടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഓയിലും ഉപ്പും പിടിക്കുന്ന വിധത്തിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഞാനിവിടെ നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഓവറായിട്ട് ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുതും. കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ടൈറ്റായിട്ട് കുഴക്കരുതും, കുറച്ച് അയഞ്ഞ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. എങ്കിലേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒത്തിരി ഇങ്ങനെ കട്ടിയായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് ചപ്പാത്തി ഭയങ്കര ഹാർഡായിട്ട് പോകുന്നത്. നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റോളം മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചതാ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുള്ളൂ. കുഴച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക്. എന്നിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞാണ് ഞാനിനി ഇതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി മാവെല്ലാം എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം കുഴക്കാൻ പറ്റുമോ അത്രത്തോളം ചപ്പാത്തി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതാ ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ബാക്കി മാവ് നമുക്ക് മൂടി തന്നെ വെക്കണം. ഒരു മൂടി വെച്ചിട്ട് അടച്ചവിടെ വെക്കാം. ഇനി ഇതല്പം പൊടി വിതറി കൊടുത്തിട്ട് നമുക്ക് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒട്ടും കട്ടിയില്ലാതെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. നല്ല തിന്നായിട്ട് പരത്തി കഴിയുമ്പോഴത്തേക്കും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ചെയ്തെടുക്കുക. ചപ്പാത്തി ചുട്ട് വെച്ചിട്ട് ഒരുപാട് നേരം കഴിഞ്ഞ് സെർവ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ചൂടും ഒക്കെ പോകും. നമ്മളെപ്പോഴും കഴിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ ഓവറായിട്ട് പൊടിയിട്ട് പരത്തിയെടുക്കണ്ട, കുറച്ച് പൊടിയിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഇതാ നല്ലതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്, നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ടും എടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. നെയ്യ് മാത്രം ചേർത്ത് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നെയ്യ് മാത്രം ചെയ്ത് എടുക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഓവറായിട്ട് നെയ്യുടെ ടേസ്റ്റ് വരും. ഇനി ഇത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ആ മുകൾ ഭാഗത്ത് കൂടെ ഒന്ന് ഓയിൽ തടവി കൊടുക്കാം. ഓവറായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ നമുക്ക് ലെയറുകളോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ തടവുന്നത്. ഓയിൽ തടവിയില്ലെങ്കിൽ നമുക്ക് ലെയറുകളോടുകൂടി കിട്ടില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഭാഗത്തും പുരട്ടിയിട്ട് ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ആക്കി വെക്കാം. ഇനി അവിടെയും കൂടെ ഒന്ന് ഓയിൽ തടവി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഉരുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി കൂടെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇതിന് വെക്കുമ്പോൾ ഇതും ഒന്ന് കവർ ചെയ്ത് വേണം വെക്കാനായിട്ട്. ഒരു കിച്ചൺ ക്ലോത്ത് വെച്ചിട്ട് ഒന്നിത് കവർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. പൊറോട്ടക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഞാൻ ബാക്കി കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 8 ബോക്സാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 2 കപ്പ് പൊടിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാനുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ ബോക്സ് ഒന്ന് പരത്തിയെടുക്കണം. ഓവറായിട്ട് പരത്തിയെടുക്കേണ്ട, ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ആ സ്ക്വയർ ആയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് നമ്മൾ പരത്തരുതും. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി പ്രഷർ കൊടുത്ത് പരത്തി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ലെയറുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇതാക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ പരന്ന് കിട്ടും. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. പിന്നെ എല്ലാം കൂടെ പരത്തി വെച്ച് ചുട്ടെടുക്കരുതും. ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് വേണം ചപ്പാത്തി ഫുള്ളായിട്ടും ചുട്ടെടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ച് കളയരുതും. കാരണം ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ചട്ടി നല്ലതുപോലെ ചൂടായി തന്നെ ഇരിക്കണം, എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഹാർഡായി പോകും. ഇത് തിരിച്ചും മറിച്ചുവിട്ട് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചെടുക്കണം, എങ്കിലേ നല്ലതുപോലെ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഫ്ലെയിം നിങ്ങൾ ചപ്പാത്തി നമ്മൾ ലാസ്റ്റ് ചുട്ട് തീരുന്നത് വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് കൂടെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ്. ഓരോന്നും പരത്തുന്നതിനനുസരിച്ച് ചുട്ടെടുത്താൽ മതി. എല്ലാം കൂടെ പരത്തി വെക്കേണ്ട. നമ്മളിവിടെ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിതിവിടെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുത്തതിന് ശേഷം ഒരു കാസറോളിലോട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ചൂട് നിലനിൽക്കും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ലതുപോലെ ലെയറുകളും വന്നിട്ടുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം എത്രത്തോളം ഇത് ലെയറുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് ലെയറുകളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.